ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതമാണ് ഹിന്ദുമതം. എന്താണ് ഹിന്ദുമതം? എങ്ങനെയാണ് ഈ മതം ഇത്രയ്ക്കധികം നമ്മൾ വളർന്നു വന്നത്? എങ്ങനെയാണ് ഈ മതം ഉത്ഭവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഹിന്ദുമതം പ്രധാന ലോകമതമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും തത്വചിന്ത, വിശ്വാസം, ആചാരങ്ങൾ എന്നിവയുടെ വിവിധ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു മതമാണ് ഇത്. ഹിന്ദുമതം എന്ന പേര് താരതമ്യേന പുതിയതാണെങ്കിലും 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ബ്രിട്ടീഷ് എഴുത്തുകാർ ഉപയോഗിച്ചതാണ് ഈ പദം. ഇത് ഗ്രന്ഥങ്ങളുടെയും ആചാരങ്ങളുടെയും സമ്പന്നമായ ഒരു സഞ്ചിത പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു. സിന്ധു നദീതട നാഗരികത ആയിരുന്നു ഈ പാരമ്പര്യങ്ങളുടെ ആദ്യകാല സ്രോതസ്. ചില പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഭൂമിയിലെ ഏറ്റവും പുരാതനമായ മതം ഹിന്ദുമതമാണ്. സംസ്കൃതത്തിലും പ്രാദേശിക ഭാഷകളിലുമുള്ള അതിന്റെ നിരവധി വിശുദ്ധ ഗ്രന്ഥങ്ങൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മതം പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു വാഹനമായി പ്രവർത്തിച്ചു. എന്നിരുന്നാലും ആചാരങ്ങളും ദൃശ്യപ്രകടന കലകളും അതിന്റെ പ്രക്ഷേപണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. CE 4-ാം നൂറ്റാണ്ട് മുതൽ തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഹിന്ദുമതത്തിന് ഒരു പ്രബലമായ സാന്നിധ്യമുണ്ടായിരുന്നു. അത് 1000 വർഷത്തിലേറെ നീണ്ടു നിൽക്കുകയും ചെയ്തു. മറ്റേതൊരു പ്രധാന മത സമൂഹത്തെക്കാളും ശ്രദ്ധേയമായി ഹിന്ദുക്കൾ അവരുടെ പാരമ്പര്യങ്ങളെ ജൈവികവും ബഹുതലവും ചിലപ്പോൾ ബഹുസ്വരവുമായി സ്വഭാവം അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. എല്ലാ ഭാഗത്തു നിന്നും നല്ല ചിന്തകൾ നമ്മിലേക്ക് വരട്ടെ എന്ന് ഹിന്ദു പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ മതചരിത്രത്തിൽ ഉടനീളം കുറഞ്ഞത് 5 ഘടകങ്ങളെങ്കിലും ഹിന്ദു മത പാരമ്പര്യത്തിന് രൂപം നൽകിയിട്ടുണ്ട്. സിദ്ധാന്തം, ആചാരം, സമൂഹം, കഥ, ഭക്തി. ഈ 5 ഘടകങ്ങൾ ഒരു സാധാരണ ഹൈന്ദവ രൂപകത്തെ സ്വീകരിക്കുന്നതിന് വിപുലമായ ഒരു ബ്രൈഡിലെ ഇഴകളായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. ഉയർന്ന ജാതികളിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതത്തിന്റെ ഒരു പ്രധാന സ്വഭാവം പരമ്പരാഗതമായി ഇന്ത്യൻ മത സാഹിത്യത്തിലെ ഏറ്റവും പുരാതനമായ വേദത്തെ അടിസ്ഥാനപരവും അക്രമാസക്തവുമായ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കേവല അധികാരമായി അംഗീകരിക്കുന്നതാണ്. ജന്മന ആത്മീയ മേൽക്കോയ്മയുടെ ഒരു പൗരോഹിത്യ വർഗമെന്ന നിലയിൽ ബ്രാഹ്മണരോടുള്ള പ്രത്യേക പരിഗണനയാണ് ഹൈന്ദവ ചിന്തകളുടെ മറ്റൊരു സവിശേഷത. ഭൂരിഭാഗം ഹിന്ദുക്കളും ബ്രാഹ്മണത്തിൽ വിശ്വസിക്കുന്നു. സൃഷ്ടിക്കപ്പെടാത്തതും ശാശ്വതവും അനന്തവും അതിൽ കടന്നതും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ തത്വമാണ് ഇത്. ബ്രഹ്മം അതിൽ തന്നെ അസ്തിത്വവും ഉൾക്കൊള്ളുന്നു. അത് ഏക യാഥാർത്ഥ്യമാണ്. യൂറോപ്യൻ അമേരിക്കൻ പണ്ഡിതന്മാർ പലപ്പോഴും ഹിന്ദുമതത്തിന്റെ ജീവിതത്തെ നിഷേധിക്കുന്ന വശങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയ്ക്ക് അമിത പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകമെമ്പാടും ഹിന്ദുമതത്തിന് ഏകദേശം 1 ബില്യൺ അനുയായികളുണ്ട്. ഇത് ഇന്ത്യയിലെ 80% മതമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.